സോ ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് എക്സൈറ്റഡ് ആണ്, അതേപോലെ തന്നെ കുറച്ച് ട്രേഡ്സിൻ്റെയും കാര്യങ്ങളും വീഡിയോ ആണ്. സോ നമ്മൾ ഒരുപാട് കാലമായി വീഡിയോ ചെയ്തിട്ട്, ഏകദേശം 10-20 ദിവസത്തിൻ്റെ അടുത്തായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഓക്കെ, സോ നമ്മൾ എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ്. സോ എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ മെയിനായിട്ട് നോക്കാൻ പോണത് രണ്ട് ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് ട്രേഡിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് കേട്ടോ. സോ ഏതിലേക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് AUD USDയിലാണ്, ഒന്ന് USD JPYയിലാണ്. ഓക്കെ, സോ നമ്മൾ ഗോൾഡും ബിറ്റ് കോയിനും മാറ്റി വെച്ചിരിക്കുകയാണ് കുറച്ച് കാലത്തേക്ക്. നമുക്ക് കറൻസി ഫോറക്സ് മാത്രം ട്രേഡ് ചെയ്യാനുള്ള ഒരു ഇതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്കെ, സോ കറൻസീസ് മാത്രമാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ രണ്ട് ട്രേഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഈ രണ്ട് ട്രേഡിൻ്റെ വിശേഷങ്ങളാണ്. സോ ഇന്ന് ശനിയാഴ്ചയാണ്, അതുകൊണ്ട് മാർക്കറ്റ് ഇല്ല. ഓൾറെഡി മാർക്കറ്റ് സ്റ്റോപ്പായിട്ട് വെച്ചിട്ടുള്ള സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിൽ പോകാം. അതേപോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാരെ കണ്ടെന്നുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ഇട്ടോ, അതേപോലെ തന്നെ ലൈക്ക് ചെയ്തോ. ഓക്കെ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഇഷ്ടം പോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ഉപകാരപ്പെടും ഞാൻ വിചാരിക്കുന്നു. സോ നമുക്കിന്ന് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമുക്ക് AUD USDൻ്റെ വീഡിയോ നോക്കാം. ഓക്കെ, ചാർട്ട് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും AUD USDൻ്റെ. സോ ഇവിടെയാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, ട്രെൻഡ് ലൈൻ കിട്ടിയിട്ടുള്ളത്. അതായത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നിങ്ങൾ ഇതൊന്നും നോക്കണ്ട. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഒരു റിവേഴ്സ് MSS, അതായത് മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച് കിട്ടി. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച് കിട്ടി. എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, അടിയിലോട്ട് ഇറങ്ങി ഇവിടെ ഒരു അതായത് ബോസ് ക്രിയേറ്റ് ആയി. ഈ ബോസ് ഇവിടെ ബ്രേക്കായി. ഓക്കെ, ഇവിടെ ബ്രേക്കായി. അപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും അപ് ട്രെൻഡ് തന്നെ ആയി മാറി. സോ എന്ത് ചെയ്തു, നമുക്ക് ഇവിടെ നിന്നാണ് അടുത്തത്. ഇവിടെ വീണ്ടും നമുക്കൊരു ബോസ് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത് നിങ്ങൾ നോക്കണ്ട. ഇവിടെ നമുക്ക് ശരിക്കുള്ളത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെയാണ് എന്ത് ശരിക്കുള്ള ഇത് കിട്ടുക, ശരിക്കുള്ള ഓർഡർ ബ്ലോക്ക് കിട്ടുക കേട്ടോ. ഓർഡർ ബ്ലോക്ക് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്ന് ടച്ച് ആയിട്ടുണ്ട്, പക്ഷേ 50% ടച്ച് ആയിട്ടില്ല. ഞാൻ ഇതിലിവിടെ കണക്കാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചൊരു അഡ്വാൻസ് ടെക്നോളജി എന്ന് പറയുന്ന പോലെ നമ്മളിവിടെ ലാസ്റ്റ് ഉണ്ടായ ഒരു ക്യാൻഡിലുണ്ട് ഇവിടെ. സോ ഇത് ചെറിയ ടൈം ഫ്രെയിമിൽ, അതായത് 1 hour ടൈം ഫ്രെയിമിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ചെറിയൊരു ക്യാൻഡിൽ കാണാൻ പറ്റും. കണ്ടോ, ഈ ഒരു ചെറിയ ക്യാൻഡിലാണ് ഞാനവിടെ മാർക്ക് ചെയ്തത്. സോ ഇവിടെ നിന്നാണ് നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാവാനുള്ള ഒരു പുഷ് കിട്ടിയിട്ടുള്ളത്. സോ ഇവിടെ നിന്നാണ് ബയേഴ്സിൻ്റെ എണ്ണം ക്രമാതീതമായി ഉയർന്നതും ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നതും. സോ ഞാൻ ഇതാണ് മാർക്ക് ചെയ്തത്. എന്നിട്ട് ഞാൻ 4 hourലേക്ക് നോക്കി. 4 hourലാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മളിത് ഇവിടുന്ന് സെറ്റാക്കി. ഓക്കെ, സോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയറ്റി വെക്കാനും പറ്റും. കയറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കാണാൻ പറ്റും കേട്ടോ. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതിൻ്റെ അടിയിലുള്ള ഏകദേശം ഒരു ലിക്വിഡിറ്റി കവർ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ വിക്കുകൾ, ഒരു പ്രാവശ്യം വിക്കായി, രണ്ടാമത് ഇറങ്ങി, വീണ്ടും വിക്കായി. ഓക്കെ, രണ്ടാമത് വിക്കായി. ഈ വിക്ക് പിന്നെ കയറി സ്ട്രക്ചർ ബിൽഡ് ചെയ്തിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ എടുത്ത ട്രേഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ സാധാരണ ഇവിടെയാണ് TP വെക്കൽ. ഞാൻ ഇത് 1:2 റേഞ്ച് എന്നുള്ള രീതിയിലാണ് ഞാൻ TP വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഞാൻ ഇവിടെ വരെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു, മാർക്കറ്റ് ഇവിടുത്തെ ലിക്വിഡിറ്റി ഇപ്പോഴും കവറായിട്ടില്ല കേട്ടോ. ജസ്റ്റ് ആ ലെവൽ വരെ ടച്ച് ചെയ്തിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ മേലേക്ക് ലിക്വിഡിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെയൊക്കെ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, ഇവിടുന്ന് വീണ്ടും നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ മാർക്കറ്റ് എന്തായാലും ഇവിടുന്ന് കണ്ടിന്യൂസ് റിജക്ഷൻസ് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു റിജക്ഷൻസ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എന്തായാലും മുകളിലോട്ട് കയറും തന്നെയാണ് നമുക്ക് തോന്നുന്നത്. സോ ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ക്ലോസ് ചെയ്ത് വിടും. നമ്മൾ SL എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ SL ഇരിക്കുന്നത് കേട്ടോ. ഈ ഒരു റേഞ്ചിൽ നമ്മൾ SLും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. സോ നമുക്ക് ഇങ്ങനെ പോയാലും 1:2 റേഞ്ച് TP, അതായത് ഞാൻ $50 ഞാൻ ലോസ് വെച്ചിട്ടുള്ളത്, $50 ഞാൻ ലോസ് വെച്ചിട്ടുള്ളത്. 2 ട്രേഡ് സ്പ്ലിറ്റ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. സോ ഞാൻ എന്ത് ചെയ്തു, ഈ രണ്ടെണ്ണം കൂടി ചേർത്തിട്ട് ഞാൻ $100 TP വെച്ചിട്ടുള്ളത്, പ്രോഫിറ്റ് ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. ഈ TPയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര ഇത് കയറണോ അത്ര തന്നെ. നമുക്ക് 1:2 അടിക്കുമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ മാക്സിമം ഹൈ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഞാനത് നോക്കുമ്പോൾ 1:1 റേഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ, 1:1 പോയിൻറ്റ് സംതിങ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് 1:2 ആക്കി, കാരണം ഇതുവരെ കയറാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം
നമ്മൾ ഹൈ ടൈം ഫ്രെയിംസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അതുവരെ കയറാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു, അത് ഹോൾഡ് ചെയ്യാണ്. സോ ഇതാണ് AUD/USDൻ്റെ ഒരു എൻറ്റയർ വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഇനി എടുക്കുന്ന ട്രേഡിൻ്റെ എൻറ്റയർ വ്യൂ നമ്മൾ വീഡിയോ ആക്കിയിട്ട് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. സോ നമ്മൾ ഈ ഒരു AUDൻ്റെ ഇതാണിത്. സോ നമ്മൾ ഇന്ന് തന്നെ 2 ദിവസം മുമ്പ് തന്നെ നമ്മൾ വേറൊരു ട്രേഡും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് USD/JPYയിലാണ്. ഓക്കെ, USD/JPYയിൽ നമുക്ക് എങ്ങനെ ട്രേഡ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ. USD/JPYയിൽ നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുകയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു ഹ്യൂജ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ് USD/JPY എന്ന് പറയാമെന്ന് അറിയാലോ. ലിക്വിഡിറ്റി കറൻസിയാണ്. നല്ല നല്ല മൂവ്മെൻറ്റുകൾ ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ 1 അവറിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും കണ്ടോ, ഒരു ക്യാൻഡിൽ ഉണ്ട് അവിടെ. ആ ക്യാൻഡിലാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ 4 അവറിൽ പോയി ആ ക്യാൻഡിൽ കണ്ടോ, ആ ഒരു ക്യാൻഡിൽ നമ്മളിവിടെ മാർക്ക് ചെയ്തു. സോ അവിടെ ഒരു ചെറിയൊരു ബ്രേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്തെന്നാലും സീനില്ല. കാരണം എന്തെന്ന സീനില്ല എന്ന് പറയാൻ കാരണം അടുത്തൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഇൻറ്റേർണൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ബൈ ഇടാമായിരുന്നു. ഇൻറ്റേർണൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് ബ്രേക്ക് കിട്ടി, ഇവിടുന്ന് ബൈ ഇടാമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഞാൻ ഇട്ടില്ല. ഞാൻ വീണ്ടും നോക്കി, അത് വീണ്ടും അടിയിലോട്ട് തന്നെ ഇറങ്ങി. ഓക്കെ, സോ ഞാനത് രണ്ടാമത് കയറി ഈ ഒരു റേഞ്ച് എത്തി. ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ആവും എന്നുള്ളൊരിത് എത്തി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് എൻ്റർ ചെയ്തു, മാർക്കറ്റിൽ എൻ്റർ ചെയ്തു. പക്ഷെ എന്ത് ചെയ്തു, സഡൻ വീണ്ടും അത് അടിയിലോട്ട് ഇറങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഞാനൊരു 50 മിനിറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഇത് കാണാൻ പറ്റും. കണ്ടോ, ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു സംഭവം, ഈ ഒരു സ്വിങ് ബ്രേക്ക് ആയില്ല. ഈ ഒരു സ്വിങ് ബ്രേക്ക് ആവാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഉറപ്പിക്കാൻ പറ്റും. സോ ഇത് വീണ്ടും മുകളിലോട്ട് തന്നെ കയറി വീണ്ടും ഇത് ബ്രേക്കായി. സോ ഇനി എന്താണ്, ഇനി നമുക്കൊരു 80% ഷുവറാണ് ഈ മാർക്കറ്റ് എന്തായാലും ഇതിൻ്റെ ടോപ്പ് എടുക്കും എന്നുള്ളത് നമുക്കൊരു 80% ഷുവറാണ്. സോ ഇത് 1:2 റേഞ്ചാണ്. ഞാൻ $30 ഇതിൽ ടാർജറ്റ് വെച്ച്, അല്ല സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. $30 ഇതിൽ സ്റ്റോപ്പ് ലോസ് ഉള്ളത്. ഈ $30 സ്റ്റോപ്പ് ലോസിന് $66 TP ആണുള്ളത്. ഓക്കെ, ഇത് ഏകദേശം 1:2 പോയിൻറ്റ് സംതിങ് ആണുള്ളത്. 66 സംതിങ് TP ആണുള്ളത്. ഓക്കെ, സോ ഇതും ടാർജറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് നല്ലൊരു 2 ദിവസം കൊണ്ട് നല്ലൊരു പുഷാണ് മുകളിലോട്ട് കിട്ടിയിട്ടുള്ളത്. സോ ഇനി തിങ്കളാഴ്ചത്തെ ഘട്ടം എന്താവുമെന്ന് അറിയാൻ കുറച്ചുകൂടി കയറും, എന്നിട്ട് സ്റ്റെപ്പായിട്ട് കയറാനുള്ള ചാൻസും കാര്യങ്ങളും കാണുന്നുണ്ട്. സോ ഇതെന്തായാലും കയറാനുള്ള സാധ്യത തന്നെയാണ്. കാരണം ഡബിൾ ബോട്ടം ക്രിയേറ്റ് ആയി ഇവിടെ കണ്ടോ, ഡബിൾ ബോട്ടം ക്രിയേറ്റ് ആയിട്ട് ഇനി മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇതെന്തായാലും ഒരു കിഡിലൻ ട്രേഡാണ്. കാരണം ഇതും നമുക്ക് ഇങ്ങനത്തെ ഞാൻ കുറേ കാലം ട്രേഡൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ കുറേ കാലം കഴിഞ്ഞ് നമുക്കൊരു ചാർട്ട് അനലൈസ് ചെയ്തപ്പോൾ നല്ലൊരു ട്രേഡ് കാര്യങ്ങളും ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടി. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ട്രേഡ് എൻ്റർ ആക്കിയത്. സോ നമ്മളപ്പോൾ ഓവറോൾ പ്രോഫിറ്റ് പറയുമ്പോൾ ഏകദേശം ഒരു $40 പ്രോഫിറ്റ് ഉണ്ടാവും. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇതാണുള്ളത്. ഓക്കെ, സോ ഇനി എല്ലാത്തിൻ്റെയും ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാണ്. അതായത് നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഈ ഒരു 2 ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കി കേട്ടോ. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും കണ്ടിട്ട് എന്തായാലും അഭിപ്രായങ്ങൾ പറയാം. സോ നിങ്ങൾ എടുത്ത ട്രേഡിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അത്ര തന്നെ ഉള്ളൂ. നമ്മൾ എന്തായാലും ഉടനെ തന്നെ നമ്മൾ ആ ചാനൽ ഒന്നും കൂടി ആക്ടിവേറ്റ് ആക്കിയിട്ട് എടുക്കും. ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കാൻ നോക്കുന്നുണ്ട്. സോ കുറച്ച് തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെയും